ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് നിങ്ങളെ പയർ, കക്കിരിക്ക, ടെറസിൻ്റെ മുകളിലെ വെള്ളരി, മറ്റേ ഈ കയ്പക്കൊക്കെ മരുന്നടിക്കാം. മരുന്ന് വെച്ചായിരിക്കും നിങ്ങളേക്ക് അക്കാലക്സ് ഇതുപോലത്തെ മരുന്ന് അതൊന്നുമല്ല. ഞങ്ങൾ ജൈവമായിട്ടുണ്ടാക്കുന്ന മരുന്നുകൾ എങ്ങനെ അടിക്കാനുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്താൽ പിന്നെ ഈ പുഴുകളൊന്നും അങ്ങനെ വരാണ്ട്. ആദ്യം ഇപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ നാടൻ പശുവിൻ്റെ മൂത്രം ഒരു 2 ലിറ്റർ എടുക്കുക. അത് അരിച്ചെടുക്കണ്ട. അരിച്ചെടുക്കാഞ്ഞാൽ എന്താ വെച്ചാൽ അതിൽ എന്തെങ്കിലും കരടൊക്കെ വന്നിട്ട് നാശവും. ഇത് മതി. നമ്മൾ ഞങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നാടൻ മഞ്ഞൾപ്പൊടിയാണ്. നാടൻ മഞ്ഞൾപ്പൊടി തന്നെ ഞങ്ങളിവിടെ ഉണ്ടാക്കണ നാടൻ മഞ്ഞൾപ്പൊടി തന്നെയാണ്, ഓർഗാനിക്കായിട്ട് മഞ്ഞൾ തന്നെയാണ്. ഇവിടെ ഞങ്ങൾക്ക് സെയിലുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് നമ്മളെന്ത് വെച്ചാൽ വെള്ളത്തിൽ കലക്കുക. അത് കേടുള്ള സാധനമല്ലല്ലോ. നമുക്ക് നന്നാക്കി കലക്കിയിട്ട് പശുവിൻ്റെ മൂത്രം ഈ അരിച്ച് പാരണം കേട്ടോ. അരിച്ച് പാരാന്ന് വെച്ചാൽ നമ്മളത് കലങ്ങിപ്പോവും. ഇത് എന്തായാലും മഞ്ഞളിൻ്റെ തരി കട്ടിയില്ലതിനെ അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിങ്ങനെ അരിച്ചിട്ട് പാരണം. മറ്റേത് നമുക്ക് മരുന്നടിക്കാൻ കഴിയില്ല. ലേശം ഒരു 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ അടിക്കുക. ഇത് വരണേൻ്റെ ഈ കൃമികളൊക്കെ വരണേൻ്റെ മുന്നേ നമ്മൾ ഇത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പോകണം. എന്നാൽ എന്താ വെച്ചാൽ നമുക്ക് അത് വളരെ നല്ല കേസാണ്. ഇനിയിപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ 10 ലിറ്റർ ഇത് ടാങ്ക് ഫുള്ളാക്കുക. ഇതിപ്പോൾ പശുവിൻ്റെ മൂത്രം ആദ്യം ഞങ്ങൾ ഒഴിച്ച് അവിടെ ഈ മഞ്ഞ അടയാളൊക്കെ അതുപോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ പ്രാണികളൊക്കെ പോവുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഇതുപോലെ മഴ പെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ ഈ സാധനം പറ്റിയിരുന്നാൽ പിന്നെ ഈ പ്രാണികളൊന്നും അതുപോലെ ഇരിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇടയ്ക്ക് എല്ലാവരും ഇതൊക്കെ ചെയ്യുക. എനിക്ക് സക്സസ്ഫുൾ ആട്ടത്. നിങ്ങളിതെന്താണെന്നില്ല എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു മരുന്നാണ്. നമുക്ക് പൈസ വലിയ ഉണ്ടാക്കാനുള്ള വേണ്ടത്. കൃഷി പൊതുവേ നഷ്ടമാണെന്ന് എന്താ വെച്ചാൽ ഈ ഓവറായിട്ടുള്ള മരുന്നിൻ്റെ പൈസ, വളത്തിൻ്റെ പൈസയൊക്കെ കൂടിയതിനെ കൊണ്ടാണ്. അപ്പം വളമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണ ഒരു വീഡിയോ ഞങ്ങൾ എടുത്ത് വിടും. ഞങ്ങളെ കക്കിരിക്കൊക്കെ ഇങ്ങനെ പൂങ്കായൊക്കെയായി തുടങ്ങിയതാണ് അപ്പോൾ അത് അടിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിനൊരു പുളിപ്പ്, ഇതിൻ്റെ ഒരു സ്മെല്ലും പിന്നെ പശുമൂത്രത്തിൻ്റെ അതും കൂടി ആകുമ്പോൾ പിന്നെ ഇറ്റികളൊന്നും. ഇനി അടുത്തുള്ള മത്തനുണ്ട്. മത്തനൊക്കെ അങ്ങനെ മത്തൻ ഇതിരുന്നതിൻ്റെ മുന്നേ കായ്ച്ചിരിക്കുക കേട്ടോ. കായ്ച്ചൊന്ന് വീണ് കൊന്നാ ഞാൻ. വെണ്ടക്കാണ് ഇത് നിലവെണ്ടയാണ്. ഇതിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ അടുത്ത് അവൈലബിളാണ്. ആർക്കും വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരും. എല്ലാം മുളക്കണ വിത്താണ്. വെണ്ടുണ്ട്, മത്തനുണ്ട്, ചിരങ്ങുണ്ട്, കുക്കുംബറുണ്ട്. ആവശ്യക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഇതിൽ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വന്നാൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി. ചെറിയ പൈസ ഉള്ളൂ. ഇത് മഴ പെയ്തപ്പോൾ ലേശം ഒരു പരുക്ക് ഇതിന് പറ്റിപ്പോയി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വന്നത്. മഴ ഭയങ്കര പ്രശ്നമായിരിക്കണം. പയറൊക്കെ മഴ വന്നതിൽ നാശമായി പോയതാണ്. ഈ കുഞ്ഞിത് കുച്ചടിച്ച് കെട്ടണം. പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞതാണ്. ഇത് വെള്ളപ്പയർ. ഇതിൻ്റെ വിത്തുകൾ ഞങ്ങളെടുത്തുണ്ട്. ആരെങ്കിലും വേണമെങ്കിലൊക്കെ ഞങ്ങളെ ബോക്സ് വരിക. ഏത് വിത്തും ഞങ്ങൾ തരും. നമ്മളെ മത്തനാട്ടോ. മത്തനൊക്കെ ഉഷാറാവുണ്ട്. കുത്തിക്കാളും മത്ത അരിമ്പിടുന്നതിന് മുന്നേ അത് കുത്തിപ്പോവാണ്.
അരുമ്പിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ ഇതിന് മത്തി ശർക്കര മിശ്രിതമാണ് ഇട്ടിക്കുക. മത്തി ശർക്കര മിശ്രിതമൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ്. പ്രാണിയൊക്കെ പോകണ്ടില്ലേ, സക്സസ് ആകാൻ വേണ്ടി നമുക്ക് ഇതാക്കല്ലോ. പയറൊരു 100ഓളം വരടും വെണ്ടയ്ക്കാണ്, ഇടയിൽ വെണ്ടയ്ക്കും വെച്ചാണ്. പുഴുകൾ വന്നു തുടങ്ങിയതിനെ കണ്ടോ. ഇതൊക്കെ നമുക്ക് വഴുതനങ്ങ തൊട്ടിട്ടുണ്ട് തുടങ്ങാം. മുകളിൽ ടെറസിൻ്റെ മുകളിലാട്ടോ മട്ട് പോയാൽ വഴുതനങ്ങ കായ്ച്ചിക്കണ്. ഒരു നീല വഴുത ഇപ്പോൾ എറുമ്പൊക്കെ വന്നിന്. ഇതാണ് വരിക എറുമ്പ്. എന്നാൽ അലുമിനിയം മൂട്ടേൻ്റെ പോലത്തെ സാധനമുണ്ട്, വെള്ള സാധനം വന്നാലാണ് ഈ എറുമ്പ് വന്നാളുക. അതിന് നമ്മളിങ്ങനെ നല്ല ഇടയ്ക്കിടയ്ക്ക് അടിക്കണം. ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ തന്നെ ഞങ്ങൾ മരുന്ന് പാത്രം വെക്കണത്. ഇതാകുമ്പോൾ അടിക്കണ ആൾക്കും കേടില്ലല്ലോ. മറ്റൊക്കെ അടിക്കുമ്പോൾ അടിക്കണ ആളെയും കൊല്ലണം, ഇത് തിന്നണ പോലും ഇവിടെ കൊല്ലുകയാണല്ലോ. ഒരു ഈ മൂത്രമൊക്കെ അതിനോട് ഇതിന് ഗ്രോത്തും കൂടും. തക്കാളി നില എന്തോ തിന്നിട്ടുണ്ട്. കയ്പക്കൊക്കെ കറുത്ത പ്രാണികൾ വന്നിട്ട് ഇതിൻ്റെ ഇല നീരൂറ്റി കുടിക്കണ പ്രാണി വന്നു. കയ്പൊക്കെ ഏറ്റവും കൂടുതൽ വരും. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മുളകാണ്. അവിടെ ഒരു തക്കാളി കെട്ട് തോത്ത്. നമ്മൾ മുളക് ഇതിൻ്റെ മുകളിൽ പൂട്ട് കാണണ്ട. ഇത് മറ്റുള്ള മരുന്ന് കലക്കണ അരി പെട്ടെന്നായിട്ട് പാർന്നുമ്പോൾ പോരാൻ കഴിയില്ല. അതൊക്കെ അരിച്ചിട്ടൊക്കെ ചെയ്യണം. മറ്റേ അരിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് തടഞ്ഞളാം, വലിയ പണി പോവും. അപ്പോൾ അതിന് തന്നെ അരിച്ചിട്ടൊക്കെ ചെയ്യാം. എന്നിട്ടും ഇതിനെന്തോ ഒരു തടൽ വന്നിക്കണം. സ്മെല്ല് കേട്ടാൽ പിന്നെ ഈ പ്രാണികളൊന്നും ഇവരേക്ക് അടുക്കില്ല. അതതിൻ്റെ പ്രത്യേകത. പശുവിൻ്റെ മൂത്രത്തിൻ്റെ അത് കണ്ടില്ലേ നിങ്ങൾ? കൂടുതൽ
കൃഷി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണം കേട്ടോ. അതാണ് നമുക്ക് നിങ്ങളൊക്കെ പ്രോത്സാഹനമാണ്, നിങ്ങളെയൊക്കെ ഉയർച്ച.